മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. മുസ്ലിം ലീഗ് മന്ത്രിമാർ ഉപജാപകങ്ങളുടെ പിടിയിലായി. കഴിഞ്ഞ 10 വർഷം പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് മർദ്ദനമേറ്റവരെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലേക്ക് പരിഗണിച്ചില്ല. പാർട്ടിയെ ധിക്കരിച്ചാണ് മന്ത്രിമാർ മുന്നോട്ട് പോകുന്നതെന്നും വിമർശനമുയർന്നു. മന്ത്രി KM ഷാജി മുൻപ് നടത്തിയ പ്രസംഗങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും പുറകോട്ടു പോയെന്നും വിമർശനമുണ്ട്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന്. ഇതിപ്പോൾ സോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണോ? തീർച്ചയായും യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ്, ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇന്നലെ അതിരൂക്ഷ വിമർശനം ഉയർന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ് ഈ പ്രവർത്തക സമിതി യോഗം. ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പരിപൂർണമായും സർക്കാരിനെതിരെയും ഒപ്പം തന്നെ ഭരണ സംവിധാനത്തിനെതിരെയും ലീഗ് മന്ത്രിമാർക്കെതിരെയും അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നത്. നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ അതിൽ PM ശ്രീ ഉണ്ട്, ഒപ്പം തന്നെ KM ഷാജിയുടെ ചില പരാമർശങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം പുറകോട്ട് പോകുന്നു എന്നുള്ള നിലപാടാണ് എല്ലാ അംഗങ്ങളും, പ്രവർത്തക സമിതി യോഗത്തിലെ എല്ലാ അംഗങ്ങളും അതിരൂക്ഷ വിമർശനമായി ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷമായി വലിയ തോതിൽ സമരം നടത്തുകയും മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ഒന്നും പരിഗണിക്കാതെ ആണ് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടക്കുന്നത്. അതിനെതിരെയും അതിരൂക്ഷ വിമർശനം എന്തായാലും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഉയരുകയുണ്ടായി. KM ഷാജിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനം ഉയർന്നു. KM ഷാജി തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത നിലപാടുകളിൽ നിന്ന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഇപ്പോൾ പ്രവർത്തക സമിതി ഉയർന്നിരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ MLA മാർ നൽകുന്ന പരിഗണന പോലും ലീഗ് MLA മാരൊന്നും ലഭിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടത് ലീഗിന്റെ യുവ MLA മാർ ഒരു തരത്തിലും പ്രവർത്തകരെ അംഗീകരിക്കില്ലെങ്കിൽ പ്രവർത്തകരോടുള്ള ഒരു അനുകൂല നിലപാടെടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നില്ല തുടങ്ങിയ അതിരൂക്ഷ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രവർത്തക സമിതി ഉയർന്നത്. ശരി ശാന്തകുമാർ.